നമസ്കാരം. ഇന്ത്യക്കെതിരായ ആദ്യ T20 പോരാട്ടത്തിൽ ബംഗ്ലാദേശിന്റെ കനത്ത തോൽവിയുടെ യഥാർത്ഥ കാരണം തുറന്നു പറഞ്ഞിരിക്കുകയാണ് അവരുടെ ക്യാപ്റ്റൻ നാജ്മുൽ ഹുസൈൻ ഷാൻഡോ. ആദ്യ T20യിൽ നേരിട്ട 7 വിക്കറ്റിന്റെ കനത്ത പരാജയത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബംഗ്ലാദേശിന്റെ പരാജയത്തിന് വളരെ വിചിത്രമായ കാരണമാണ് ഷാൻഡോ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, വിജയത്തിന്റെ ക്രെഡിറ്റ് ഇന്ത്യക്ക് നൽകാനും അദ്ദേഹം തയ്യാറായില്ല. ഈ പരമ്പരയ്ക്ക് മുൻപ് തന്നെ ഇന്ത്യയെ തോൽപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും ഇതിനായി അഗ്രസീവ് ക്രിക്കറ്റ് തന്നെ പുറത്തെടുക്കുമെന്നും ഷാൻഡോ വെല്ലുവിളിച്ചിരുന്നു. മാത്രമല്ല, ടെസ്റ്റിലും അന്ന് പാകിസ്ഥാനെ തോൽപ്പിച്ചു വന്ന ബംഗ്ലാദേശ് ഇന്ത്യയെ തോൽപ്പിക്കുമെന്ന് വെല്ലുവിളിച്ചിരുന്നു. അതും നേടിയില്ല. ഇതിനെല്ലാം പിന്നാലെയായിരുന്നു ഈ ഒരു ആദ്യ T20യിലും ആദ്യ തോൽവി ബംഗ്ലാദേശ് നേരിട്ടത്. ഇതിനും വിചിത്രമായ ന്യായീകരണമായിരുന്നു ക്യാപ്റ്റന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ആദ്യ T20യിൽ ബാറ്റിംഗിന് അയക്കപ്പെട്ട ശേഷം ബംഗ്ലാദേശ് ടീമിന് നന്നായി തുടങ്ങാൻ സാധിച്ചില്ല എന്നും ഇതാണ് വലിയ തിരിച്ചടിയായി മാറിയതും എന്നാണ് നജ്മുൽ ഹുസൈൻ ഷാൻഡോ ചൂണ്ടിക്കാണിക്കുന്നത്. കളിയിലെ ടേണിംഗ് പോയിന്റും ഇതാണെന്നും പവർ പ്ലേയുടെ ആനുകൂല്യം മുതലെടുക്കുന്നതിൽ ബംഗ്ലാദേശ് ടീം പരാജയപ്പെട്ടതായും അദ്ദേഹം തുറന്നു പറയുകയായിരുന്നു. T20യിൽ ആദ്യത്തെ 6 ഓവറുകൾ ഏറെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ തങ്ങൾക്ക് നന്നായി പ്രകടനം പുറത്തെടുക്കാൻ സാധിച്ചില്ല. പോസിറ്റീവ് ക്രിക്കറ്റ് കളിക്കുക എന്നതായിരുന്നു നേരത്തെയുള്ള പ്ലാൻ. പക്ഷേ വ്യക്തമായ പ്ലാൻ ഇല്ലാത്ത തരത്തിലായിരുന്നു കളിക്കളത്തിൽ തങ്ങൾ കാണപ്പെട്ടത്. അടുത്ത മത്സരത്തിൽ കൃത്യമായ ഒരു പ്ലാൻ തയ്യാറാക്കേണ്ടത് ആവശ്യമാണെന്നുമാണ് ഷാൻഡോ വ്യക്തമാക്കുന്നത്. പവർ പ്ലേയിൽ തന്നെ 2 വിക്കറ്റുകൾ വീഴ്ത്തി ബംഗ്ലാദേശിനെ വരിങ്ങി മുറുക്കാൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു ഒന്നിനു പുറകെ ഒന്നായിട്ട് ബംഗ്ലാ വിക്കറ്റുകൾ തകർന്നു പോയത്. 6 ഓവറിൽ വെറും 39 റൺസ് മാത്രമേ അവർക്ക് നേടാൻ സാധിച്ചുള്ളൂ. ആദ്യ ഓവറിലെ അവസാന പന്തിൽ തന്നെ ലിടൺ ദാസിനെ അർഷ്ദീപ് സിംഗ് മടക്കുകയായിരുന്നു. 3-ാം ഓവറിലെ ആദ്യ പന്തിൽ പർവേസ് ഹുസൈനെ പുറത്താക്കി അർഷ്ദീപ് വീണ്ടും ബംഗ്ലാദേശിനെ ഞെട്ടിക്കുകയായിരുന്നു. സ്പിന്നർ വരുൺ ചക്രവർത്തി ഇറങ്ങിയ 5-ാം ഓവറിലാണ് ബംഗ്ലാദേശ് കൂടുതൽ റൺസ് സ്കോർ ചെയ്തത്. 15 റൺസ് ഈ ഓവറിൽ അടിച്ചെടുക്കാൻ അവർക്ക് സാധിച്ചു. 2 ഫോറും 1 സിക്സറും ഉൾപ്പെടുന്നതാണ് ഇത്. അരങ്ങേറ്റ മത്സരം കളിച്ച യുവ സ്പേസർ മായങ്ക് യാദവാണ് പവർ പ്ലേയിലെ അവസാന ഓവർ ബൗൾ ചെയ്യാനെത്തിയത്. എന്നാൽ ഈ ഓവർ മേഡനാക്കി മാറ്റി അദ്ദേഹം ബംഗ്ലാദേശിനെ ഞെട്ടിക്കുകയും ചെയ്തിരുന്നു. ഇത്രയേറെ പ്രകടനങ്ങൾ ഇന്ത്യ പുറത്തെടുത്തിട്ടും അതിനെക്കുറിച്ച് ഒന്നും തന്നെ ബംഗ്ലാ ക്യാപ്റ്റൻ പരാമർശിച്ചില്ല. മറിച്ച് നിർഭാഗ്യത്തെയും അതുപോലെ തന്നെ പറ്റിപ്പോയ ചെറിയ ചെറിയ പാളിച്ചകളെയും കുറിച്ച് മാത്രമാണ് ബംഗ്ലാദേശ് പറയുന്നത്. അവിടെ ഇന്ത്യയുടെ പ്രകടനത്തിന് 1% പോലും പുകഴ്ത്തിയില്ല. ഇവിടെയാണ് സ്പോർട്സ്മാൻഷിപ്പിന്റെ പരാജയമെന്ന് പറയേണ്ടിയിരിക്കുന്നത്. ബംഗ്ലാദേശ് താരങ്ങൾ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് കളിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നും ആദ്യ T20യിൽ ഇതിന് സാധിക്കാതെ പോയത് ടീമിന് ക്ഷീണമായിട്ടുണ്ടെന്നാണ് നജ്മുൽ ഹുസൈൻ ഷാൻഡോ പറയുന്നത്. മത്സരം പരാജയപ്പെട്ടെങ്കിലും ടീമിനെ സംബന്ധിച്ച് ചില പോസിറ്റീവുകൾ ഉണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതേസമയം പരമ്പരയിലെ 2ാമത്തെ മത്സരം ബുധനാഴ്ച രാത്രി 7 മണി മുതൽ ഡൽഹിയിലാണ് നടക്കുന്നത്.